ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 11ാം ദിവസവും ഒളിവിൽ തുടരുകയാണ്. ആദ്യം കേസിൽ 15ാം തീയതി വരെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞുവെങ്കിലും രണ്ടാമത്തെ കേസിൽ അറസ്റ്റിന് തടസ്സമില്ല. അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് രാഹുൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെ വിധി പറയും. പരാതിക്കാരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്താനുള്ള നീക്കം പ്രത്യേക അന്വേഷണ സംഘം സജീവമാക്കിയിട്ടുണ്ട്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. ഡാന്, രാഹുലുമായി ബന്ധപ്പെട്ട തെരച്ചിൽ തുടരുകയാണ്. പക്ഷെ അവിടെയും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലവും ഒരു ഘട്ടവുമൊക്കെ ഉണ്ട്. രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള തടസ്സമില്ല രണ്ടാമത്തെ കേസിൽ. അത്തരം നീക്കങ്ങളാണോ, അതോ തൽക്കാലം ആ കേസിൻ്റെ കൂടി മറ്റ് നിയമവശങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കുമോ അന്വേഷണ സംഘം നീങ്ങുക? ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രണ്ടാമത്തെ കേസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നലെയാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചത്. അതിന്മേലാണ് അറസ്റ്റ് തടയരുത് എന്നുള്ള കാര്യം ഒരു പ്രത്യേകമായി പരാമർശിക്കാതെ വിധി പറയുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നത്. എന്നാൽ അതിന്റെ വക്കാലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് ഒപ്പിട്ടിരിക്കുന്നത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒന്നുകിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകന്റെ അടുക്കൽ എത്തി വേണം ഒപ്പിടാൻ, അതല്ല എങ്കിൽ മറ്റേതെങ്കിലും ഒരു വിശ്വസ്തൻ മുഖേന ഈ വക്കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്തെത്തിച്ച് ഒപ്പിട്ട് വാങ്ങിയ ശേഷം തിരികെ അദ്ദേഹത്തിന്റെ അഭിഭാഷകന് കൊടുക്കണം. ഇത് രണ്ടാമത്തേതായിരിക്കാം സംഭവിച്ചിരിക്കുന്നതെന്നാണ് പോലീസിന് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ സുരക്ഷിതമായ ഒരു സ്ഥലത്തിരുന്ന് വളരെ പ്ലാൻഡ് ആയിട്ട് ഈ നിയമപരമായ നീക്കങ്ങൾക്ക് ഒരു പിടി മുൻപിൽ നിന്ന് മുൻകൂർ ജാമ്യത്തിലുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ വക്കാലത്ത് ഒപ്പിട്ട് കൊടുക്കാനായി രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിച്ചത് ആര്, അവരെ കേന്ദ്രീകരിച്ച രാഹുൽ എവിടെ എന്നുള്ളതിന് വ്യക്തമായ ഒരു ഉത്തരം കിട്ടും എന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ കുറച്ചുകൂടി വ്യാപിപ്പിച്ചിരിക്കുകയാണ്. കാരണം വലിയ വിമർശനമാണ് ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെ അറസ്റ്റ് വൈകുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഏത് വിധേനയും രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം അന്വേഷണ സംഘം ഊർജിതമാക്കിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ ഒരു സംഘം കൂടി, അതായത് ഈ രണ്ടാമത്തെ കേസ് അന്വേഷിക്കുന്ന സംഘത്തിലെ ഉദ്യോഗസ്ഥർ കൂടി രാഹുൽ എവിടെയെന്ന് കണ്ടെത്താനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാകുന്നുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ തിരുവനന്തപുരം ഷാഡോ പോലീസ് സംഘത്തിലെ ഒരു സംഘം ഉൾപ്പെടെയുള്ളവരാണ് രാഹുലിന് വേണ്ടിയുള്ള തെരച്ചിലിന്റെ ഭാഗമായി ബാംഗ്ലൂരുവിലേക്ക് എത്തിയത്. അതിനപ്പുറത്തേക്ക് രാഹുൽ എവിടെ എന്നതിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുന്ന പശ്ചാത്തലമുണ്ട്. എന്തായാലും വലിയ ചില സ്വാധീന ശക്തികളുടെ സഹായം രാഹുലിന് ലഭിക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയധികം ദിവസം ഒളിവിൽ കഴിയാൻ സാധിച്ചതെന്ന വിലയിരുത്തലിലാണ് പ്രത്യേക അന്വേഷണ സംഘം. അതാണ് സാഹചര്യം. ഏതായാലും രാഹുലിനായുള്ള തെരച്ചിൽ തുടരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി